ബീനാപൂർ ഗ്രാമത്തിന്റെ അടുത്ത് ഒരു വലിയ വനമുണ്ടായിരുന്നു. ചിലർ അവിടെ നിന്നും പൂവും പഴങ്ങളുമെല്ലാം എടുത്തുകൊണ്ടുവരും. പിന്നെ അത് ഗ്രാമത്തിലുള്ള ചന്തയിൽ വിൽക്കും. സമ്പത്തും അദ്ദേഹത്തിന്റെ 15 വയസ്സ് മകനും ഈ ജോലി തന്നെയാണ് ചെയ്യുന്നത്. അവർ കാട്ടിൽ നിന്നും പഴങ്ങളും പൂക്കളും പറിച്ചുകൊണ്ടുവരും. പിന്നീട് അത് ഗ്രാമത്തിലുള്ള ചന്തയിൽ വിൽക്കും. ഒരു ദിവസം അവർ രണ്ടുപേരും കാട്ടിൽ പൂവും പഴങ്ങളും പറിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൂരെ നിൽക്കുന്ന ഒരു കുറുക്കനെ അവർ കാണുന്നു. അച്ഛാ, അത് കണ്ടില്ലേ, കുറുക്കൻ. അതെ, യഥാർത്ഥ കുറുക്കൻ തന്നെയാ നിൽക്കുന്നേ. നീ പിന്നിലേക്ക് മാറി നിൽക്കുമോനെ. അത് മുന്നിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? സമ്പത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നും മിന്നലും ഇടിയും ആരംഭിച്ചു. മഴ പെയ്യാനും തുടങ്ങി. ആശുവിന് ഏതോ വിചിത്രമായ സംഭവം നടക്കാൻ പോകുന്നു എന്ന് തോന്നി. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് ശരിക്കും പേടി തോന്നുന്നു. അതെ, എന്തോ വിചിത്രമായി നടക്കുന്നുണ്ട്. പക്ഷെ നീ പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അച്ഛാ, കുറുക്കൻ നമ്മുടെ സൈഡിലേക്കാ വന്നുകൊണ്ടിരിക്കുന്നത്. നീ പേടിക്കാതെ നിൽക്കുന്നുണ്ടോ? അത് വരട്ടെ. ആ കുറുക്കൻ അവരുടെ അരികിലേക്ക് വന്ന ഉടനെ അത് പെട്ടെന്ന് ഭയാനകമായ ഒരു പിശാചായി മാറി. ക്രൂരത നിറഞ്ഞ ചുവന്ന കണ്ണുകൾ, നീളമുള്ള പല്ലുകൾ. അത് കണ്ട് സമ്പത്ത് പേടിച്ചലറി. ആശു മോനെ, നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. വേഗം ഓടിപ്പോടാ. ഇതൊരു പിശാചാണ്. ഇതിന്റെ അടുത്തു നിന്ന് നിന്റെ ജീവൻ നീ രക്ഷിക്കാൻ നോക്ക്. എനിക്ക് ആവശ്യം അവനെ അല്ല, എനിക്ക് നീയാണ് വേണ്ടത്. എനിക്ക് രക്തം ആവശ്യമുണ്ട്. എനിക്ക് രക്തം വേണം. ഞാൻ നിന്റെ ശരീരത്തിൽ നിന്നും തുള്ളി തുള്ളിയായി എല്ലാ രക്തവും ഊറ്റി കുടിക്കാൻ പോവുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ആ പിശാച് സമ്പത്തിന്റെ കഴുത്തിൽ കടിച്ചു. അയാളുടെ ശരീരത്തുള്ള രക്തം മുഴുവനും അത് കുടിച്ചു. അങ്ങനെയാണ് സമ്പത്ത് മരിച്ചു പോകുന്നത്. പിന്നെ ആ പിശാച് അയാളെ വീശി എറിഞ്ഞു. അപ്പോൾ ആശു നിലവിളിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി. അയ്യോ, കാട്ടില് പിശാചും പ്രേതങ്ങളും ഒക്കെ ഉണ്ട്. അതെന്റെ അച്ഛനെ കൊന്നിരിക്കുകയാണ്. എന്റെ കൂടെ ആരെങ്കിലും ഒന്ന് വാ. ആ പിശാചിന്റെ അടുത്തുനിന്ന് എന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്ത്. ആശു വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗ്രാമത്തിലുള്ളവരെല്ലാം കാട്ടിലേക്ക് ഓടി. എല്ലാവരും തടിയും കമ്പുകളും എടുത്തുകൊണ്ട് പോയി. പക്ഷെ അവർ കാട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ സമ്പത്തിന്റെ ശവശരീരം കിടന്നു. ആ പിശാച് അയാളെ കൊന്ന് എവിടേക്കോ മറഞ്ഞുപോയി. അച്ഛാ, ആ പിശാച് എന്റെ അച്ഛനെ കൊന്നിരിക്കുകയാണ്. അതിനെ ഞാൻ വെറുതെ വിടില്ല. തീർച്ചയായിട്ടും ഞാൻ അതിനെ കൊല്ലും. അതിനുശേഷം ആ ഗ്രാമത്തിലുള്ളവരെല്ലാം പേടിയോടെ ജീവിക്കാൻ തുടങ്ങി. ആ പിശാച് ഗ്രാമത്തിൽ രാത്രിയിൽ ചുറ്റാൻ തുടങ്ങി. ആരെങ്കിലും അതിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവരെ അത് കൊന്നുകളയും. അത് മനുഷ്യന്റെ ശരീരത്തുള്ള എല്ലാ രക്തവും കുടിച്ച് അവരെ കൊന്നുകളയും. ഇവന്റെ രക്തം എത്രത്തോളം ചൂടായിട്ടുണ്ട്, കൊള്ളാം. സത്യത്തിൽ ഇത് നല്ല രുചിയുള്ള രക്തം തന്നെയാണ്. ഇനി ഈ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും രക്തം ഞാൻ കുടിക്കാൻ പോവുകയാണ്. ഒരു പ്രാവശ്യം കാട്ടിലൂടെയുള്ള വഴിയിലൂടെ ചില വ്യാപാരികൾ പട്ടണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വരൂ, നിങ്ങൾ ഓരോരുത്തരും എന്റെ അടുത്തേക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരണം. ഞാൻ നിങ്ങളുടെ രക്തം കുടിക്കാൻ പോവുകയാണ്. ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങളെ വിട്ടേക്കണേ. ഞങ്ങളുടെ രക്തം കുടിക്കാൻ പാടില്ല. ഞങ്ങൾ നിനക്ക് എന്ത് ദ്രോഹമാ ചെയ്തത്? ഞങ്ങളെ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ രക്തം കുടിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും രക്തം ഞാനിപ്പോൾ കുടിക്കാൻ പോവുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ആ പിശാച് അവരുടെ രക്തം കുടിക്കാൻ വേണ്ടി ഓരോരുത്തരുടെയും കഴുത്തിൽ കടിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെ എല്ലാവരെയും കൊന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇന്ന് ആ ജീവി ചില കച്ചവടക്കാരെയൊക്കെ കൊന്നു കളഞ്ഞിരിക്കുക. അവരുടെ എല്ലാം ശവശരീരം കാട്ടിനുള്ളിൽ കിടപ്പുണ്ട്. ഞാൻ കണ്ടു. ഇത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണല്ലോ. ആ ജീവി നമ്മുടെ എല്ലാം സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പിശാച് ആ ഗ്രാമത്തിൽ എല്ലായിടത്തും ചുറ്റിത്തിരിയുന്ന സമയത്ത് ഗ്രാമത്തിലുള്ളവരെല്ലാം പേടിച്ച് പുറത്തോട്ട് ഇറങ്ങാത്ത സ്ഥിതിയിലേക്ക് എത്തി. അവരാ പിശാചിനെ നശിപ്പിക്കാനുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ദാ നോക്ക്, ആ പിശാചിന്റെ ക്രൂരതകൾ ഇനി സഹിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പൊ അതിനെ നശിപ്പിക്കാനുള്ള എന്തെങ്കിലും പദ്ധതി നമ്മൾ തയ്യാറാക്കിയേ പറ്റൂ. പക്ഷെ അതിനെ എങ്ങനെ നശിപ്പിക്കാനാണ്? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ധൈര്യമായിട്ട് ആര് ചെയ്യും? അത് സത്യം തന്നെയാ. പക്ഷെ അതുകൊണ്ട് വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. ജനങ്ങൾ ഗ്രാമമുഖ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആശു അവിടേക്ക് വന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, ആ പിശാചിനെ എങ്ങനെ നശിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനായിരിക്കും അതിനെ കൊല്ലുന്നത്.
എന്റെ അച്ഛനെ കൊന്ന ആ പിശാചിനെ കൊന്ന് ഞാൻ പകരം വീട്ടിൽ നോക്കിക്കോ. അതിനെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോനെ. അതൊരു ക്രൂരനായ പിശാചാണ്. അതുകൊണ്ട് അതിനെ കൊല്ലുന്നതിനെ കുറിച്ച് വെറുതെ ആലോചിക്കാതെ അതിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കാം. എന്താ, മനസ്സിലായോ? ഞാൻ അതിനെ കണ്ട് പേടിക്കില്ല. നിങ്ങൾ നോക്കിക്കോ, ഒരു ദിവസം ഞാൻ ആ പിശാചിനെ കൊല്ലും. ഒരു ദിവസം അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പെട്ടെന്നൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ആശു കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു സ്വാമിജി അവനോട് ആ പിശാചിനെ നശിപ്പിക്കാനുള്ള മാർഗം പറയുന്നു. ആ പിശാച് എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പിശാചിനെ എനിക്ക് കൊല്ലണം. ആ പിശാചിനെ നിനക്ക് മാത്രമേ കൊല്ലാൻ സാധിക്കൂ. പക്ഷെ എനിക്ക് എങ്ങനെ അതിനെ കൊല്ലാൻ സാധിക്കുക? പറയൂ സ്വാമിജി. മകനെ, നീ ആ മലയിലുള്ള ശിവന്റെ അമ്പലത്തിലേക്ക് പോകൂ. അവിടെ നിനക്കൊരു സ്വർണ്ണ ത്രിശൂലം ലഭിക്കും. ആ ശൂലം എടുത്തുകൊണ്ട് വരിക. നീ ആ പിശാചിനെ കാണുന്ന സമയത്ത് ആ ശൂലം ഉപയോഗിച്ച് അതിനെ കൊല്ലുക. ശരി, ഇത് നടക്കുമെങ്കിൽ തീർച്ചയായിട്ടും നാളെ തന്നെ പോയി അത് എടുത്തോണ്ട് വരാം. ആശു അടുത്ത ദിവസം തന്നെ ആ മലയിലുള്ള ശിവന്റെ അമ്പലത്തിലേക്ക് പോകുന്നു. ആ സ്വർണ്ണ ത്രിശൂലം എടുത്തുകൊണ്ട് വരുന്നു. പിന്നെ അത് അവന്റെ കയ്യിൽ തന്നെ വെക്കുന്നു. അവന്റെ കയ്യിലുള്ള ആ ശൂലം കണ്ടിട്ട് ഗ്രാമത്തിലുള്ളവരെല്ലാം ചോദിച്ചു, എടാ ആശു, ഇതെവിടുന്നാടാ ഈ ശൂലം? നീ വല്ല സന്യാസത്തിനും പോവാണോ? ഇത് വെറും ശൂലമൊന്നുമല്ല, ആ പിശാചിനെ നശിപ്പിക്കുന്ന ആയുധമായത്. നിങ്ങൾ കണ്ടോളൂ, ഞാൻ ഈ ത്രിശൂലം ഉപയോഗിച്ച് ആ പിശാചിനെ കൊല്ലും. നോക്കിക്കോ, അതിനെ ഒരു പ്രാവശ്യം ഒന്ന് കാണട്ടെ. ആശു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോ നിലവിളിക്കുന്ന ശബ്ദം അവരെല്ലാം കേൾക്കുന്നു. എല്ലാവരും ഓടിക്കോ, ഓടിക്കോ, എല്ലാവരും ഓടിക്കോ, വേഗം വേഗം ഓടിക്കോ. ഗ്രാമത്തിനുള്ളിൽ പിശാച് വന്നിരിക്കുന്നു. അത് കുറെ പേരെ കൊന്നിരിക്കുന്നു. വേഗം ഓടിക്കോ, ഓടിക്കോ. ഇത് കേട്ടപ്പോൾ തന്നെ ഗ്രാമത്തിലുള്ളവരെല്ലാം പേടിച്ചോടാൻ തുടങ്ങി. എല്ലാവരും അവരവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. പക്ഷെ ആശു തീരെ പേടിയില്ലാതെ ആ പിശാചിന്റെ മുന്നിലേക്ക് പോയി നിന്നു. അന്ന് നീ എന്റെ അടുത്തു നിന്നും രക്ഷപ്പെട്ടു, പക്ഷെ ഇന്ന് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ നിന്നെ നിന്റെ അച്ഛനെ കൊന്നതുപോലെ കൊല്ലാൻ പോവുകയാണ്. ഇന്ന് കൊല്ലാൻ പോകുന്നത് നീയല്ല, ഞാനാണ് നിന്നെ കൊല്ലാൻ പോകുന്നത്. ദാ ഈ ശൂലം കണ്ടില്ലേ? ഇത് നിന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ എല്ലാം രക്തം കുടിച്ചിട്ട് നീ അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണ്ട. നീ എന്നെ കൊല്ലാൻ പോകുന്നെന്നോ? നീ നോക്കിക്കോ, നിന്റെ രക്തം ഞാനിപ്പോൾ കുടിക്കാൻ പോവുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ആ പിശാച് ആശുവിനെ പിടിച്ച് അവന്റെ കഴുത്തിൽ കടിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. പക്ഷേ അതേ സമയത്ത് ആശു ആ ശൂലം വെച്ച് അതിനെ ആക്രമിച്ചു. ആ ശൂലം നേരെ പിശാചിന്റെ വയറ്റിലേക്ക് കുത്തിക്കയറ്റി. അങ്ങനെ അതൊരു അഗ്നികുണ്ഡമായി മാറി. അതിന്റെ ശരീരം തീഗോളമായി മാറി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ദാ കണ്ടില്ലേ, ആ പിശാച് ചത്തിരിക്കുന്നു. പിശാച് ചത്തുപോയി. ഞാൻ ആ പിശാചിനെ കൊന്നിരിക്കുന്നു. എന്റെ അച്ഛനെ കൊന്നതിന് ഞാനിപ്പോ പകരം വീട്ടിയിരിക്കുകയാണ്. ഗ്രാമത്തിലുള്ളവരെല്ലാം ആശുവിന്റെ ഈ ധൈര്യം കണ്ട് പ്രശംസ കൊണ്ട് അവനെ മൂടി. അങ്ങനെ ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാം അവനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. അതിനുശേഷം ഗ്രാമത്തിലുള്ള ജനങ്ങൾ ആശുവിനെ ഒരു വീരനെ പോലെ കാണാൻ തുടങ്ങി. പിന്നെ അവനെ സ്വന്തം മകനെ പോലെ എല്ലാവരും സംരക്ഷിച്ചു. ബീനാപൂർ ഗ്രാമത്തിന്റെ അടുത്ത് ഒരു വലിയ വനമുണ്ടായിരുന്നു. ചിലർ അവിടെ നിന്നും പൂവും പഴങ്ങളും എല്ലാം എടുത്തുകൊണ്ടുവരും. പിന്നെ അത് ഗ്രാമത്തിലുള്ള ചന്തയിൽ വിൽക്കും. സമ്പത്തും അദ്ദേഹത്തിന്റെ 15 വയസ്സ് മകനും ഈ ജോലി തന്നെയാണ് ചെയ്യുന്നത്. അവർ കാട്ടിൽ നിന്നും പഴങ്ങളും പൂക്കളും പറിച്ചുകൊണ്ടുവരും. പിന്നീട് അത് ഗ്രാമത്തിലുള്ള ചന്തയിൽ വിൽക്കും. ഒരു ദിവസം അവർ രണ്ടുപേരും കാട്ടിൽ പൂവും പഴങ്ങളും പറിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൂരെ നിൽക്കുന്ന ഒരു കുറുക്കനെ അവർ കാണുന്നു. അച്ഛാ, അത് കണ്ടില്ലേ, കുറുക്കൻ. അതെ, യഥാർത്ഥ കുറുക്കൻ തന്നെയാ നിൽക്കുന്നേ. നീ പിന്നിലേക്ക് മാറി നിൽക്കുമോനെ. അത് മുന്നിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? സമ്പത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നും മിന്നലും ഇടിയും ആരംഭിച്ചു. മഴ പെയ്യാനും തുടങ്ങി. ആശുവിന് ഏതോ വിചിത്രമായ സംഭവം നടക്കാൻ പോകുന്നു എന്ന് തോന്നി. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് ശരിക്കും പേടി തോന്നുന്നു. അതെ, എന്തോ വിചിത്രമായി നടക്കുന്നുണ്ട്. പക്ഷെ നീ പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അച്ഛാ, കുറുക്കൻ നമ്മുടെ സൈഡിലേക്കാ വന്നുകൊണ്ടിരിക്കുന്നത്. നീ പേടിക്കാതെ നിൽക്കുന്നുണ്ടോ? അത് വരട്ടെ. ആ കുറുക്കൻ അവരുടെ അരികിലേക്ക് വന്ന ഉടനെ അത് പെട്ടെന്ന് ഭയാനകമായ ഒരു പിശാചായി മാറി. ക്രൂരത നിറഞ്ഞ ചുവന്ന കണ്ണുകൾ, നീളമുള്ള പല്ലുകൾ,
അത് കണ്ട് സമ്പത്ത് പേടിച്ചലറി. ആശു മോനെ, നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്, വേഗം ഓടിപ്പോടാ. ഇതൊരു പിശാചാണ്, ഇതിന്റെ അടുത്തു നിന്ന് നിന്റെ ജീവൻ നീ രക്ഷിക്കാൻ നോക്ക്. എനിക്ക് ആവശ്യം അവനെ അല്ല, എനിക്ക് നീയാണ് വേണ്ടത്. എനിക്ക് രക്തം ആവശ്യമുണ്ട്, എനിക്ക് രക്തം വേണം. ഞാൻ നിന്റെ ശരീരത്തിൽ നിന്നും തുള്ളി തുള്ളിയായി എല്ലാ രക്തവും ഊറ്റി കുടിക്കാൻ പോവുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ആ പിശാച് സമ്പത്തിന്റെ കഴുത്തിൽ കടിച്ചു. അയാളുടെ ശരീരത്തുള്ള രക്തം മുഴുവനും അത് കുടിച്ചു. അങ്ങനെയാണ് സമ്പത്ത് മരിച്ചു പോകുന്നത്. പിന്നെ ആ പിശാച് അയാളെ വീശി എറിഞ്ഞു. അപ്പോൾ ആശു നിലവിളിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി. അയ്യോ, കാട്ടില് പിശാചും പ്രേതങ്ങളും ഒക്കെ ഉണ്ട്, അതെന്റെ അച്ഛനെ കൊന്നിരിക്കുകയാണ്. എന്റെ കൂടെ ആരെങ്കിലും ഒന്ന് വാ, ആ പിശാചിന്റെ അടുത്തുനിന്ന് എന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്ത്. ആശു വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗ്രാമത്തിലുള്ളവരെല്ലാം കാട്ടിലേക്ക് ഓടി. എല്ലാവരും തടിയും കമ്പുകളും എടുത്തുകൊണ്ട് പോയി. പക്ഷെ അവർ കാട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ സമ്പത്തിന്റെ ശവശരീരം കിടന്നു. ആ പിശാച് അയാളെ കൊന്ന് എവിടേക്കോ മറഞ്ഞുപോയി. അച്ഛാ, ആ പിശാച് എന്റെ അച്ഛനെ കൊന്നിരിക്കുകയാണ്. അതിനെ ഞാൻ വെറുതെ വിടില്ല, തീർച്ചയായിട്ടും ഞാൻ അതിനെ കൊല്ലും. അതിനുശേഷം ആ ഗ്രാമത്തിലുള്ളവരെല്ലാം പേടിയോടെ ജീവിക്കാൻ തുടങ്ങി. ആ പിശാച് ഗ്രാമത്തിൽ രാത്രിയിൽ ചുറ്റാൻ തുടങ്ങി. ആരെങ്കിലും അതിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവരെ അത് കൊന്നുകളയും. അത് മനുഷ്യന്റെ ശരീരത്തുള്ള എല്ലാ രക്തവും കുടിച്ച് അവരെ കൊന്നുകളയും. ഇവന്റെ രക്തം എത്രത്തോളം ചൂടായിട്ടുണ്ട്, കൊള്ളാം. സത്യത്തിൽ ഇത് നല്ല രുചിയുള്ള രക്തം തന്നെയാണ്. ഇനി ഈ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും രക്തം ഞാൻ കുടിക്കാൻ പോവുകയാണ്. ഒരു പ്രാവശ്യം കാട്ടിലൂടെയുള്ള വഴിയിലൂടെ ചില വ്യാപാരികൾ പട്ടണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വരൂ, നിങ്ങൾ ഓരോരുത്തരും എന്റെ അടുത്തേക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരണം. ഞാൻ നിങ്ങളുടെ രക്തം കുടിക്കാൻ പോവുകയാണ്. ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങളെ വിട്ടേക്കണേ, ഞങ്ങളുടെ രക്തം കുടിക്കാൻ പാടില്ല. ഞങ്ങൾ നിനക്ക് എന്ത് ദ്രോഹമാ ചെയ്തത്? ഞങ്ങളെ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ രക്തം കുടിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും രക്തം ഞാൻ ഇപ്പോൾ കുടിക്കാൻ പോവുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ആ പിശാച് അവരുടെ രക്തം കുടിക്കാൻ വേണ്ടി ഓരോരുത്തരുടെയും കഴുത്തിൽ കടിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെ എല്ലാവരെയും കൊന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, ഇന്ന് ആ ജീവി ചില കച്ചവടക്കാരെയൊക്കെ കൊന്നു കളഞ്ഞിരിക്കുക. അവരുടെ എല്ലാം ശവശരീരം കാട്ടിനുള്ളിൽ കിടപ്പുണ്ട്, ഞാൻ കണ്ടു. ഇത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണല്ലോ. ആ ജീവി നമ്മുടെ എല്ലാം സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പിശാച് ആ ഗ്രാമത്തിൽ എല്ലായിടത്തും ചുറ്റിത്തിരിയുന്ന സമയത്ത് ഗ്രാമത്തിലുള്ളവരെല്ലാം പേടിച്ച് പുറത്തോട്ട് ഇറങ്ങാത്ത സ്ഥിതിയിലേക്ക് എത്തി. അവരാ പിശാചിനെ നശിപ്പിക്കാനുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ദാ നോക്ക്, ആ പിശാചിന്റെ ക്രൂരതകൾ ഇനി സഹിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പൊ അതിനെ നശിപ്പിക്കാനുള്ള എന്തെങ്കിലും പദ്ധതി നമ്മൾ തയ്യാറാക്കിയേ പറ്റൂ. പക്ഷെ അതിനെ എങ്ങനെ നശിപ്പിക്കാനാണ്? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ധൈര്യമായിട്ട് ആര് ചെയ്യും? അത് സത്യം തന്നെയാ. പക്ഷെ അതുകൊണ്ട് വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. ജനങ്ങൾ ഗ്രാമമുഖ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആശു അവിടേക്ക് വന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, ആ പിശാചിനെ എങ്ങനെ നശിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനായിരിക്കും അതിനെ കൊല്ലുന്നത്. എന്റെ അച്ഛനെ കൊന്ന ആ പിശാചിനെ കൊന്ന് ഞാൻ പകരം വീട്ടിൽ നോക്കിക്കോ. അതിനെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോനെ. അതൊരു ക്രൂരനായ പിശാചാണ്. അതുകൊണ്ട് അതിനെ കൊല്ലുന്നതിനെ കുറിച്ച് വെറുതെ ആലോചിക്കാതെ അതിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കാം. എന്താ, മനസ്സിലായോ? ഞാൻ അതിനെ കണ്ട് പേടിക്കില്ല. നിങ്ങൾ നോക്കിക്കോ, ഒരു ദിവസം ഞാൻ ആ പിശാചിനെ കൊല്ലും. ഒരു ദിവസം അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പെട്ടെന്നൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ആശു കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു സ്വാമിജി അവനോട് ആ പിശാചിനെ നശിപ്പിക്കാനുള്ള മാർഗം പറയുന്നു. ആ പിശാച് എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പിശാചിനെ എനിക്ക് കൊല്ലണം. ആ പിശാചിനെ നിനക്ക് മാത്രമേ കൊല്ലാൻ സാധിക്കൂ. പക്ഷെ എനിക്ക് എങ്ങനെ അതിനെ കൊല്ലാൻ സാധിക്കുക? പറയൂ സ്വാമിജി. മകനെ, നീ ആ മലയിലുള്ള ശിവന്റെ അമ്പലത്തിലേക്ക് പോകൂ. അവിടെ നിനക്കൊരു സ്വർണ്ണ ത്രിശൂലം ലഭിക്കും. ആ ശൂലം എടുത്തുകൊണ്ട് വരിക. നീ ആ പിശാചിനെ കാണുന്ന സമയത്ത് ആ ശൂലം ഉപയോഗിച്ച് അതിനെ കൊല്ലുക. ശരി, ഇത് നടക്കുമെങ്കിൽ തീർച്ചയായിട്ടും നാളെ തന്നെ പോയി അത് എടുത്തോണ്ട് വരാം. ആശു അടുത്ത ദിവസം തന്നെ ആ മലയിലുള്ള ശിവന്റെ അമ്പലത്തിലേക്ക് പോകുന്നു. ആ സ്വർണ്ണ ത്രിശൂലം എടുത്തുകൊണ്ട് വരുന്നു. പിന്നെ അത് അവന്റെ കയ്യിൽ തന്നെ വെക്കുന്നു.
അവന്റെ കയ്യിലുള്ള ആ ശൂലം കണ്ടിട്ട് ഗ്രാമത്തിലുള്ളവരെല്ലാം ചോദിച്ചു, എടാ ആശു, ഇതെവിടുന്നാടാ ഈ ശൂലം? നീ വല്ല സന്യാസത്തിനും പോവാണോ? ഇത് വെറും ശൂലമൊന്നുമല്ല, ആ പിശാചിനെ നശിപ്പിക്കുന്ന ആയുധമായത്. നിങ്ങൾ കണ്ടോളൂ, ഞാൻ ഈ തൃശൂലം ഉപയോഗിച്ച് ആ പിശാചിനെ കൊല്ലും, നോക്കിക്കോ. അതിനെ ഒരു പ്രാവശ്യം ഒന്ന് കാണട്ടെ. ആശു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോ നിലവിളിക്കുന്ന ശബ്ദം അവരെല്ലാം കേൾക്കുന്നു. എല്ലാവരും ഓടിക്കോ, ഓടിക്കോ, എല്ലാവരും ഓടിക്കോ, വേഗം വേഗം ഓടിക്കോ, ഗ്രാമത്തിനുള്ളിൽ പിശാച് വന്നിരിക്കുന്നു, അത് കുറെ പേരെ കൊന്നിരിക്കുന്നു, വേഗം ഓടിക്കോ, ഓടിക്കോ. ഇത് കേട്ടപ്പോൾ തന്നെ ഗ്രാമത്തിലുള്ളവരെല്ലാം പേടിച്ചോടാൻ തുടങ്ങി. എല്ലാവരും അവരവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. പക്ഷെ ആശു തീരെ പേടിയില്ലാതെ ആ പിശാചിന്റെ മുന്നിലേക്ക് പോയി നിന്നു. അന്ന് നീ എന്റെ അടുത്തു നിന്നും രക്ഷപ്പെട്ടു, പക്ഷെ ഇന്ന് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ നിന്നെ നിന്റെ അച്ഛനെ കൊന്നതുപോലെ കൊല്ലാൻ പോവുകയാണ്. ഇന്ന് കൊല്ലാൻ പോകുന്നത് നീയല്ല, ഞാനാണ് നിന്നെ കൊല്ലാൻ പോകുന്നത്. ദാ ഈ ശൂലം കണ്ടില്ലേ, ഇത് നിന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ എല്ലാം രക്തം കുടിച്ചിട്ട് നീ അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണ്ട. നീ എന്നെ കൊല്ലാൻ പോകുന്നെന്നോ? നീ നോക്കിക്കോ, നിന്റെ രക്തം ഞാനിപ്പോൾ കുടിക്കാൻ പോവുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ആ പിശാച് ആശുവിനെ പിടിച്ച് അവന്റെ കഴുത്തിൽ കടിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. പക്ഷേ അതേ സമയത്ത് ആശു ആ ശൂലം വെച്ച് അതിനെ ആക്രമിച്ചു. ആ ശൂലം നേരെ പിശാചിന്റെ വയറ്റിലേക്ക് കുത്തിക്കയറ്റി. അങ്ങനെ അതൊരു അഗ്നികുണ്ഡമായി മാറി. അതിന്റെ ശരീരം തീഗോളമായി മാറി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ദാ കണ്ടില്ലേ, ആ പിശാച് ചത്തിരിക്കുന്നു, പിശാച് ചത്തുപോയി. ഞാൻ ആ പിശാചിനെ കൊന്നിരിക്കുന്നു. എന്റെ അച്ഛനെ കൊന്നതിന് ഞാനിപ്പോ പകരം വീട്ടിയിരിക്കുകയാണ്. ഗ്രാമത്തിലുള്ളവരെല്ലാം ആശുവിന്റെ ഈ ധൈര്യം കണ്ട് പ്രശംസ കൊണ്ട് അവനെ മൂടി. അങ്ങനെ ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാം അവനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. അതിനുശേഷം ഗ്രാമത്തിലുള്ള ജനങ്ങൾ ആശുവിനെ ഒരു വീരനെ പോലെ കാണാൻ തുടങ്ങി. പിന്നെ അവനെ സ്വന്തം മകനെ പോലെ എല്ലാവരും സംരക്ഷിച്ചു.